ദുബായിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. എന്ത് മഴയെന്ന് വെച്ചിട്ടാണ്. കാർമേഘം കൂടി കണ്ടിട്ട് ഡോറൊക്കെ തുറന്ന് നോക്കിയാണ്. എന്തെന്നത്, അതായത് നാട്ടിലൊക്കെ നമ്മളെ പെരുമഴയൊക്കെ പെയ്യുന്നതിൻ്റെ മുമ്പ് ആ മേഘം കൂടി വരുന്ന ഒരു സീനില്ലേ, അതേപോലെ തന്നെ ഇത് വിടാന്ന് വെച്ചാൽ വലിയൊരു അനുഭവമായി. ഇങ്ങനെയൊക്കെ ഇത് കൃത്രിമമായിട്ട് പെയ്ച്ചാണോ എന്നറിയില്ല, ഓട്ടോമാറ്റിക് വന്നാണോ അറിയില്ല. എന്താ വെച്ചാൽ അത്രയും ഒരു ഭയാനക ഫീലിംഗ് ആയിട്ടാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയെന്ന് വെച്ചാൽ ഈ കാറ്റും മഴയും കൂടി, അതായത് നമുക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് നടക്കാൻ പോലും ആകുന്നില്ല. ഇത് കണ്ടത്, ആ കാറ്റടിക്കുന്നുണ്ടെങ്കിൽ കാറ്റും വെള്ളം കൂടിയാണ് വരുന്നത്. അങ്ങനെ എല്ലാം കൂടി ലാസ്റ്റ് ഞാൻ അവിടെ ഒരു ഷോപ്പ് കയറി നിന്ന്, ഷോപ്പല്ല ഒരു ഓഫീസ് കയറി നിന്ന് ഫ്രണ്ടിൽ. ആ വെള്ളമൊക്കെ പോകുന്നുണ്ടോ, അതായത് വേസ്റ്റ് വെള്ളമാണ് മുകളിൽ നിന്ന് വരുന്ന മഴവെള്ളം അങ്ങനെ തന്നെ താഴോട്ട് ഇറക്കി പോകുന്നത്. പിന്നെ അത് ആ ഒലിച്ച് വരുന്ന മറ്റേ ഡിവൈഡറില്ലേ, ഈ റോഡ് പണിക്കൊക്കെ വെക്കുന്നത്, ആ ഒരു സാധനമാണ് ആ ഒലിച്ച് വരുന്നത്. അപ്പോൾ അത്രയും വെള്ളം കയറിയിട്ടുണ്ട് അവിടെ. പിന്നെ അതാ വാഹനങ്ങൾ മൊത്തം ബ്ലോക്കാണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് ഷെയ്ഖ് സായിദ് റോഡാണത്. ആ റോഡിലേക്ക് പോകുന്നതാണ്. അവിടെയൊക്കെ വാഹനങ്ങൾ മൊത്തം ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ഫോർഡിൻ്റെ വണ്ടിയാണ് വരുന്നത്, അതിൻ്റെ ചക്രമൊന്നും കാണുന്നില്ല. പിന്നെ കുറച്ച് നടന്നു നോക്കിയാലോ ഞാനും ലോക്കായി. അതായത് റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കിയാലോ അവിടെയും വെള്ളം കയറി. ഈ സൈഡിൽ, ഈ നടന്നു പോകുന്ന സൈഡിൽ മൊത്തം വെള്ളം കയറി. പിന്നെ ഈ വെള്ളത്തിൻ്റെ വിഷയം എന്താ വെച്ചാൽ, ഇത് ഈ അലമ്പ് സാധനവും കൂടി പൊന്തിയിട്ട് ഒലിക്കുകയാണല്ലോ. അപ്പോൾ അതിങ്ങനെ കെട്ടി ഒഴുകുന്ന വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തതിൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ ഷൂ ഉപയോഗിക്കുക. അപ്പോൾ ഈ അലമ്പ് വെള്ളം ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരും, കാലിന് ചൊറിച്ചിൽ അങ്ങനത്തെ ഓരോന്ന്. എനിക്കത് പെട്ടെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ വെള്ളമൊന്നും ചവിട്ടാതെ കവർ ചെയ്ത് പോവുക. പക്ഷേ പിന്നെയും കുടുങ്ങി. ഈ ഒരു സിഗ്നൽ പാസ് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാൻ. അപ്പോൾ ആ സിഗ്നലിൻ്റെ അവിടെ അവസ്ഥ, അതായത് ഇവിടെ എന്തെങ്കിലും ആക്കി മുറിച്ച് കിടന്നാലും അതിൻ്റെ അപ്പുറവും അതിൻ്റെ അപ്പുറവും എന്നിട്ട് വേണം സിഗ്നലിലെത്താൻ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ വേറൊരു റൂട്ടിലെത്തിയിട്ട് അവിടെ പോലീസ് വണ്ടി ഇതിങ്ങനെ റോന്തടിക്കുന്നുണ്ട്, എന്തെങ്കിലും വിഷയമുണ്ടോ നോക്കിയിട്ട്. മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം കയറുമെന്ന് വിചാരിച്ചില്ല. ഇവിടെ